എടാ ഉറങ്ങുമ്പോഴെങ്കിലും ബാ കൂട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങടാ. ഈച്ചകൾ പാറിപ്പറന്ന് നടക്കണേ, അണ്ണാക്ക് കൂട് കൂട്ടുമല്ല. ഇത് നിന്റെ വീടല്ല, ക്ലാസ് റൂമാണ്. അധ്യാപകൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കണം. വരുമ്പോൾ ഒരു ബഹുമാനമായിട്ടെങ്കിലും നിനക്കൊന്ന് എഴുന്നേറ്റുകൂടെടാ. മതി മതി മതി, നീ എഴുന്നേറ്റ് വരുമ്പോൾ 4 മണിക്കുള്ള ബെല്ല് മുഴങ്ങും. നീ അവിടെ എവിടെയെങ്കിലും കിടക്ക്. 10-40 പേരുണ്ടായിരുന്ന ക്ലാസ് റൂമാണ്. പൂവിന്റെ ഇല കൊഴിയണ പോലെയാണ് ഓരോരുത്തർ കൊഴിഞ്ഞു പോണത്. ദേവന് ഒരു സാധനം ചന്തയിടെന്ന് പറഞ്ഞ് കയറണേ. ഞാനെന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഇവിടെ നിപ്പുണ്ട്. ഒന്നെങ്കിൽ എന്നോട് ചോദിക്കുക, മാഷ് ഞാൻ അകത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിക്കാം. ഇനി എന്ത് കയറാനാണ്, മാക്സിമം കയറിയല്ലേ ഇരിക്കണത്. എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ ലീവായിരുന്നു. എടാ വെറുതെ ഇവിടെ അപ്പുറത്തും അധ്യാപകരൊക്കെ ഉള്ളതാണ്. ലീവായാലും ബീലായാലും സംഗതി ഞാൻ വന്നില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. മതി മതി, ചൂട് കൂടുതൽ ആറ്റണ്ട. എനിക്ക് ചൂട് എടുക്കുന്നുണ്ട്. പുതിയതാണെന്ന് അറിയിക്കാനായിരിക്കും. കൂടുതൽ തിരുമരുത്, കുറച്ച് നാളിട്ടുണ്ട് നടക്ക്. അപ്പൊ ആൾക്കാർ തിരുമിക്കോളും എടുത്ത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നീ ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് നോക്കിയിരിക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ്. എടാ തൂങ്ങാതടാ, ഇതിലും ഭേദം നീ ഒരു മുഴം കയറ് മേടിച്ചിട്ട് പോയി തൂങ്ങടാ. പിന്നെ കൊല്ലണേന് തുല്യമല്ലേടാ ഇത്. എന്തുവാടാ ഇത്? നിന്നെയൊക്കെ പഠിപ്പിച്ച് പുച്ഛോ എന്റെ മുഖത്ത് നോക്കി? എന്തുവാടാ കിളിക്കണത്? ശ്രദ്ധിച്ചിരിക്കടാ. ആദ്യം വരുമ്പോ നമ്മൾ പഠിക്കേണ്ടത്, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോ കുട്ടികൾ എന്ത് പറയണം? ഗുഡ് നൈറ്റ്. അടിയന്തരം ഞാൻ ഫസ്റ്റ് പറയേണ്ടത് ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എടാ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതെന്താ ഗുഡ് നൈറ്റ് പറയണത്? അത് നമ്മൾ നിന്റെ ഉറക്കം കണ്ടാണ് ഞാൻ ഉറങ്ങാൻ പഠിച്ചത്. വീട്ടിൽ സ്വസ്ഥത ഇല്ലടേ. ഇവിടെ കിടന്നല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ.